മോന്റെ ആദ്യത്തെ കാമുകിയുടെ പേര്? ലക്ഷ്മി. ഞാൻ മഞ്ജു. തെറ്റിച്ചായ ലക്ഷ്മി ആണോ മഞ്ജു ആണോ? അല്ലല്ല, പത്തി പഠിച്ചപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ടായിരുന്നു 10. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം? സുനു. ഈ സുനിലാണോന്ന് അറിയത്തില്ല. ഇതെല്ലാം മരുന്നേ മോനെ. സിനിമയിലൊക്കെ അപ്പൊ ട്രൈ ചെയ്യണ്ടേ? കൊറേ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ബോധം കിടന്ന സീനായിരിക്കും. അമ്മ വെളിയിൽ നിന്ന് വിളിച്ച എല്ലാവരോടും ജോലി മോനുണ്ടോ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും. അവസാനം ഞാൻ ചോദിച്ചു, ഇനി ഒരാളോട് ഞാൻ ജോലി ചോദിക്കത്തില്ല, ഞാൻ എനിക്ക് വേണ്ടി ഇനി പണിയെടുക്കും. അങ്ങനെ ഞാനങ്ങ് തുടങ്ങിയതായി. അയ്യോ കണ്ണു പറയാ. മിക്ക വിഷയത്തിന് മുന്നിൽ ഞാൻ തോക്കുമായിരുന്നു. അപ്പൊ ഞാൻ കരഞ്ഞോണ്ടായിരുന്നു ഇറങ്ങി വരുന്നത്. അപ്പുറത്തെ വീട്ടിൽ കൊച്ചുണ്ട്, അവള് ഭയങ്കര പഠിത്തം, നല്ലോണം പഠിക്കും. ഞാൻ ഉഴപ്പൻ. രമണിയമ്മ ചിരിച്ചിറങ്ങും, അമ്മ കരഞ്ഞിറങ്ങും. നമ്മള് വിചാരിക്കും നമുക്ക് ജാടയാന്ന്, അവര് അങ്ങനെ കരുതത്തുള്ളൂ. പക്ഷെ നമ്മള് പെട്ടെന്ന് നമ്മളായാലും മിണ്ടാൻ വരുമ്പോ നമുക്ക് അറിയത്തില്ല എങ്ങനെയാ മിണ്ടണ്ടേ. നിങ്ങളുടെ വീട്ടിൽ വല്ല CCTV ക്യാമറ വല്ല വെച്ചിട്ടുണ്ടോ? എല്ലാരും ചോദിക്കും. സത്യം പറഞ്ഞാൽ വീട്ടിൽ ക്യാമറ വെച്ചാൽ അടിപൊളിയായിരിക്കും. ഫുൾ ടൈം ഈ അടി തന്നെ. കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം പറഞ്ഞു നമുക്ക് ആലോചിക്കാനൊക്കെ തുടങ്ങി. അത് ഇൻഫോ പാർക്ക് കഴിയുമ്പോൾ കുറെ പെമ്പിള്ളേരെ അതാ വള്ളാലോ. ചോറ്, ഞാൻ ശവായി. ചോറും മീൻ കറി. ഈടാ ആർക്ക് ഇഷ്ടം? എനിക്ക് ഇഷ്ടം, എനിക്ക് ചിക്കൻ കറി ഇഷ്ടം. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ അമ്മയും മോനുമാണ് ഷൈലാമ ആൻഡ് അഭിജിത്ത്. വെൽക്കം. താങ്ക് യു. അമ്മ നമ്മൾ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ ഒരു എനർജി ഒന്നും ഇല്ലല്ലോ, ഇച്ചിരി പേടിച്ചൊക്കെ ഇരിക്കുക. അതിനകത്ത് കാണുന്നേ ഉള്ളു, അല്ലാതെ ഫുൾ പേടിയാ. പേടിയാണോ? ചുമ്മാ ടെൻഷനുണ്ട്. എന്തിനാ? ഇങ്ങനൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ. ടെൻഷൻ ഇല്ലാത്തതാണ് നമ്മുടെ ടെൻഷൻ. നമ്മള് കുറച്ചു മുമ്പ് സംസാരിച്ചോണ്ട് അപ്പൊ നല്ല ക്യാമറ വരുമ്പോഴാ ടെൻഷൻ. നമുക്ക് സിനിമയിലൊക്കെ അപ്പൊ ട്രൈ ചെയ്യണ്ടേ? കുറെ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ സിനിമയിലൊക്കെ, ഈ അമ്മേനെ സിനിമയിൽ അഭിനയിപ്പിച്ചുകൂടെന്നൊക്കെ. ബോധം കിടന്ന സീനായിരിക്കും. അതാവുമ്പോ നാച്ചുറൽ ആയിട്ട് പേടിച്ചങ്ങ് ബോധം കിട്ടുള്ളൂ. ഇതിനൊക്കെ പിന്നീട് ഡോസ് വരുമല്ലോ. എന്തോ അമ്മ ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് എന്താ തോന്നുന്നേ? വീട്ടിൽ ഇങ്ങനെ തന്നെ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും. കളിയാക്കും. എന്നിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴോ? ശരിക്കും പറയും 4-10 തിരിച്ചു തരും. അത് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഡൗട്ടാ. നിങ്ങളുടെ വീട്ടിൽ വല്ല CCTV ക്യാമറ വല്ല വെച്ചിട്ടുണ്ടോ? നമ്മൾ അറിയാതെ എടുക്കുന്ന വീഡിയോ ആണോ ഇട്ടേക്കുന്നത്? എല്ലാരും ചോദിക്കും. സത്യം പറഞ്ഞാൽ വീട്ടിൽ ക്യാമറ വെച്ചാൽ അടിപൊളിയായിരിക്കും. ഫുൾ ടൈം ഈ അടി തന്നെ, റെഗുലർ ആയിട്ട് അടിയാ. അപ്പം നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. ഈ ഒരു ഐഡിയ എപ്പോഴാ തോന്നിയത്? ലൈക്ക് അമ്മയുടെ ഉള്ളിൽ ഇത്ര വലിയൊരു കലാകാരി ഉണ്ട് എന്ന് എപ്പോഴാ അറിഞ്ഞത്? ഒന്നും അറിഞ്ഞില്ല, അറിയാതെ. അങ്ങനെയൊന്നും അല്ല. ഞാൻ MBA കഴിഞ്ഞിട്ട് വെളിയിൽ പോകാൻ നോക്കുമായിരുന്നു. അപ്പൊ അത് നടന്നില്ല. നടക്കാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ വെളിയിൽ നിന്ന് വിളിച്ച എല്ലാവരോടും ജോലി മോനുണ്ടോ ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര റിഗ്രറ്റ്. ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ജോലിയൊന്നും ആകുന്നില്ല. എനിക്ക് അതിനുമ്പ് ജോലി കുറെ കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ വെളിയിൽ പോകേണ്ടതുകൊണ്ട് എല്ലാം നോ പറഞ്ഞു. നമ്മൾ എത്തിക്സ് കൂടി പോയി. നമ്മളെ റെഫർ ചെയ്യുന്ന ആൾക്ക് നാളെ ഒരു റെഡ് മാർക്ക് വീഴണ്ടെന്ന് വിചാരിച്ചോണ്ട് നമുക്ക് ഗ്യാപ്പ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. 1 വർഷം മിനിമം ജോലി ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലടാ ഇതിന് പോവാന്ന്. അവസാനം അപ്പൊ അതും ഇല്ല, എനിക്ക് ഇതും ഇല്ല, വെളിയിൽ നിന്നൊന്നും കിട്ടുന്നുമില്ല. അമ്മ ഇങ്ങനെ എല്ലാവരോടും ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്നപ്പോ എനിക്ക് ഭയങ്കര ഇത് കുഞ്ഞിനൊരു ജോലി മേടിച്ചു കൊടുക്കാവൂന്ന് ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കും. അവസാനം ഞാൻ ചോദിച്ചു, ഇനി ഒരാളോട് ഞാൻ ജോലി ചോദിക്കത്തില്ല, ഞാൻ എനിക്ക് വേണ്ടി ഇനി പണിയെടുക്കും. അങ്ങനെ ഞാനങ്ങ് തുടങ്ങിയതാ. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ശരിയായി. അത് ഇപ്പൊ നിങ്ങൾ എത്ര ഫേമസ് അല്ലേ അമ്മ? അപ്പൊ അന്ന് ജോലി ചോദിച്ച ആളുകളെല്ലാം, അമ്മ ചോദിച്ചിട്ടുള്ള ആളുകളെല്ലാം ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു വീഡിയോസും 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മേളിൽ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, ഫോളോവേഴ്സ് മേളിൽ എന്ന് പറഞ്ഞു ഇൻസ്റ്റയില്. അപ്പൊ ഇപ്പൊ അവരൊക്കെ എന്താ പറയുന്നത്? ആ ചോദിച്ച ആളുകളൊക്കെ വിളിക്കാറൊക്കെ ഉണ്ടോ? വിളിക്കാറുണ്ട്, ആശംസകളെല്ലാം പറയാറുണ്ട്. എനിക്ക് ഒത്തിരി അഭിമാനവും സന്തോഷവും. അവരെ ചോദിക്കും ജോലിക്ക് പോകുന്നില്ലേ? ഇപ്പൊ അവർക്ക് സങ്കടം, ഇനി ജോലി ഇതിനകത്ത് രക്ഷപ്പെട്ടാൽ. അയ്യോ ഇത് മാത്രം പോരാ, ഇനി ജോലിക്ക് പോകണം. ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ആക്റ്റീവ്, എന്നെ അങ്ങ് ജോലിക്ക് വിടണമെന്ന്. ഇതിനു മുമ്പ് വരെ അത്രയ്ക്ക് ആക്റ്റീവ്നെസ് ഒന്നും ഇല്ലായിരുന്നു ആർക്കും. ഇപ്പം ഭയങ്കര ആക്റ്റീവ് എല്ലാവരും. നീ ജോലിക്ക് പോടാ, അതാടാ എന്തോ ഇത് മാത്രം പോരാ, ഇനി ജോലിക്കൂടെ നോക്കണ്ട. ഒരു പെണ്ണിനെ ഞാൻ രക്ഷപ്പെട്ടാലോ, എങ്ങാണ് ഞാൻ രക്ഷപ്പെട്ടാലോ ഇതിനകത്ത് നിന്ന്. കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടോ? അപ്പൊ ഓ ഇല്ല, ഇന്ന് ഇങ്ങോട്ട് വന്നപ്പം പറഞ്ഞു നമുക്ക് ആലോചിക്കാനൊക്കെ തുടങ്ങി. അത് ഇൻഫോ പാർക്ക് കഴിയുമ്പോൾ കുറെ പെമ്പിള്ളേരെ അതാ വള്ളാലോ. ഞാൻ അന്നേരം പറഞ്ഞു ശരി ഒത്തിരി നല്ല പെമ്പിള്ളാര് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എന്ത് രസമുണ്ട് ഇവിടുത്തെ പെമ്പിള്ളാരല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇൻഫോ പാർക്ക് കണ്ടപ്പോ ഞാനും വെച്ച് കൊള്ളാലോ. വീട്ടിൽ ഭയങ്കര നിർബന്ധമാണെന്ന്. അതുവരെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഈ വളവ് കഴിയുമ്പോ കൊള്ളാം. ഒത്തിരി പെമ്പിള്ളാരെ ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞപ്പോ ഇവന് നോക്കി, അപ്പൊ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊള്ളാം. ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി.
അപ്പൊ നമുക്ക് ആലോചിക്കുന്ന സമയത്ത് ഇവിടെ കൊച്ചിയിൽ നിന്ന് തന്നെ വന്നിട്ട് ഇൻഫോ പാർക്കിന്റെ സൈഡിൽ നിന്ന് നോക്കാം. ഫസ്റ്റ് വീഡിയോ ഏതായിരുന്നു അമ്മയും നിങ്ങൾ രണ്ടാളും കൂടെ ഉള്ള ഫസ്റ്റ് വീഡിയോ ഏതായിരുന്നു? ഫസ്റ്റ് വീഡിയോ അമ്മ വിളിച്ചിട്ട് വന്നൊന്നുമില്ല, അപ്പം നമുക്ക് അറിയത്തില്ല. അപ്പം ജസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ അമ്മയോട് ഒന്ന് എത്തി നോക്കാൻ പറഞ്ഞു. അത് ആ വീഡിയോ ജസ്റ്റ് ഇട്ട് അത് ഫസ്റ്റ് വീഡിയോ തന്നെ 1 മില്യൺ പോയി. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അതിന് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പ്രവീണ എന്ന് പേരുള്ള. അപ്പൊ അവളോടും ജോലി ചോദിച്ചു. അവള് ഇതോ ഒരു കമ്പനി കോർപ്പറേറ്റ് ജോലി ചെയ്യുന്നു. അപ്പൊ അവള് പറഞ്ഞ എടാ നീ അതൊന്നും ചെയ്യണ്ട, നീ വീഡിയോ നല്ല ചിലപ്പോൾ രക്ഷപ്പെടുമെന്ന്. അപ്പൊ അവള് പറഞ്ഞുകൊണ്ട് പേര് അമ്മയും കൂടെ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി. അത് വണ്ണം അടിച്ചപ്പോഴത്തേക്ക് പിന്നെ ഒരു സന്തോഷം വരില്ലേ നമുക്ക്. പിന്നെ തുടർന്ന് കിട്ടുന്നതിൽ നല്ല കണ്ടന്റ് ഒക്കെ വരാൻ തുടങ്ങിയപ്പം അതിന് റീച്ച് കിട്ടാൻ തുടങ്ങി. പിന്നെ അപ്പോഴും ഇടയ്ക്ക് പണിക്ക് ജോലിക്കോ അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ജോലി കിട്ടി. അപ്പം വെളിയിൽ നിന്ന് ദുബായിലോട്ട് വിസ എടുത്ത് നിൽക്കാൻ പോയായിരുന്നു. അപ്പം ഇവിടുന്ന് ജോലി കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയായി 99% ഓക്കെ ആയി. അപ്പം ഞാൻ പറഞ്ഞു അതിന് പോയില്ലെന്ന്. അപ്പൊ അതും ഇല്ലാതായി പോയി, ഇവിടുന്ന് കിട്ടിയതും ഇല്ല. അങ്ങനെ ആദ്യം നിങ്ങൾ 3 ആളും കൂടെ അല്ലായിരുന്നു വീഡിയോ എടുത്തത്? അത് കഴിഞ്ഞിട്ട് അനിയൻ പോയി കഴിഞ്ഞപ്പോ അതും നിങ്ങൾ കണ്ടന്റ് ആക്കി. ഈ അമ്മയുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ എൻ്റെ അമ്മ എന്നെ ആദ്യം നിങ്ങളുടെ വീഡിയോ കാണിച്ചത് എനിക്കൊന്ന് 30Kക്ക് താഴെയുള്ള സമയത്ത്. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞു ഇത് കണ്ടോ ഈ അമ്മ അറിയാതെ ഈ മോൻ വീഡിയോ എടുക്കുന്നത്, അമ്മ അറിയാതെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ആദ്യം കുറെ പേർക്ക് കൺഫ്യൂഷൻ ഇതെങ്ങനെ ഇത്ര നാച്ചുറൽ ആക്ടിങ്. നമുക്കൊക്കെ സാധാരണ ഒരു ആൾ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ ഇച്ചിരി ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ വരുമല്ലോ. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യുന്നതല്ല, മോനെല്ലാം പറഞ്ഞു തന്നു അതുപോലെ ആക്ട് ചെയ്യുന്ന. നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ അത്രയും വർഷമായിട്ട് കാണുമല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വീട്ടിൽ നടന്നാൽ എന്റെ അപ്പത്തിനത് റീക്രിയേറ്റ് ചെയ്യും. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ അമ്മ എന്തെങ്കിലും അഭിനയിക്കുന്നത് ഇതുണ്ടെങ്കിൽ അമ്മ എങ്ങനെ അഭിനയിക്കുന്നത് നമ്മൾ അമ്മമാരെ കളിയാക്കത്തില്ലേ. അതായത് അമ്മ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന്. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും അമ്മ അങ്ങനെയാണ് അഭിനയിച്ചതെന്ന്. നമുക്ക് അമ്മമാരെ കളിയാക്കി ശീലമായതുകൊണ്ട് അത് തന്നെ അമ്മ ഞാൻ കാണിച്ചാൽ മതി, നമുക്ക് കാണിച്ചു കൊടുക്കാൻ. വേറെ ഓഫേഴ്സ് ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ അമ്മയുടെ ആക്ടിങ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ട്, ഇത്രയും നാച്ചുറൽ ആക്ടിങ് കണ്ടിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? ഓഫേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ 3-4 കൂട്ടുകാർ വിളിച്ചു എന്തോ ഇതിന്. അപ്പൊ നമ്മള് പറഞ്ഞ് അങ്ങോട്ട് ഇപ്പോഴേ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മളിപ്പോ ഒരു സ്റ്റേബിൾ പൊസിഷൻ എത്തിയാൽ പിന്നെ ആരെ നമുക്ക് ആശ്രയിക്കേണ്ടി വരത്തില്ലല്ലോ. നമ്മൾ ഇപ്പോഴേ വലിയ ഇൻഡസ്ട്രി കയറണം എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് തീരുമാനിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതും കാണത്തില്ല. ഇത് വേറെ കോമ്പറ്റീറ്റർ അല്ലേ മൊത്തം. അപ്പൊ നമുക്ക് ഇത് സ്റ്റേബിൾ ആയിട്ട് മതി ബാക്കിയുള്ളതെല്ലാം. ആ ഒരു മൈൻഡ് ഞങ്ങൾക്ക് എപ്പോഴും. നിങ്ങളിപ്പോ ഒരു വീക്കിൽ ഒരുമിച്ച് വീഡിയോസ് എടുത്ത് വെക്കും ഒരു ദിവസം തന്നെ? ഞങ്ങള് മെയിനായിട്ട് അമ്മ പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ 10-11 ആകുമ്പോൾ കയറും വീഡിയോ എടുക്കാൻ. എല്ലാ ദിവസവും ശരി ഒരു പ്രൊഫഷൻ പോലെ തന്നെ ഞങ്ങൾ എടുത്ത് 1:30 നിർത്തും. ഫുഡ് കഴിക്കേണ്ട സമയമാകുമ്പോ നിർത്തും. അപ്പൊ ഈ വീട്ടിലെ ജോലി ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യും. അതിന് മുമ്പേ ഞാനെല്ലാം 10:30 മുമ്പേ തീർക്കും. അപ്പൊ ചേട്ടാ ഹെൽപ്പ് ചെയ്യോ വീട്ടിലെ ജോലിക്കൊക്കെ? വിളിച്ചാ മോൻ വരും എല്ലാത്തിനും. അച്ഛനും എല്ലാരും സഹായിക്കും, കുഴപ്പമില്ല. അമ്മയുടെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടുകാരും എല്ലാം ഭയങ്കര ഫുൾ സപ്പോർട്ട്. നമ്മുടെ കൂട്ടുകാരെക്കാട്ടി അടിപൊളി. ഇന്നും കൂടെ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞതല്ലോ ഇന്ന് തിരിച്ചു പോയിട്ട് എന്തോ പരിപാടി ഉണ്ടോ? തിരുവാതിര കളി പ്രാക്ടീസിന് വേണം. അപ്പൊ തിരുവാതിര കളി ഡാൻസ് എല്ലാം ഉണ്ട്, പക്ഷെ ഉണ്ട്. അടിപൊളി. നമുക്കൊരു കുഞ്ഞു സെഗ്മെന്റിലോട്ട് പോയാലോ? ചെറിയൊരു സെഗ്മെന്റ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നോട്ട് പാഡ് തരും. ഞാൻ ഒരേ ക്വസ്റ്റ്യൻ ചോദിക്കും രണ്ടാളോടും. നിങ്ങൾ രണ്ടുപേരും ആൻസർ എഴുതണം, കാണരുത്. എന്നിട്ട് നിങ്ങൾ രണ്ടാളും എഴുതിയ ആൻസർ എന്തെങ്കിലും സിമിലർ ആണോ നമുക്ക് നോക്കാം. സെയിം ആൻസർ ആണെങ്കിൽ 1 മാർക്ക്. സമ്മാനം എന്റെ സ്നേഹം. എന്തുവാ പിന്നെ ഉത്തരം പറഞ്ഞിരുന്നു. ആ കളർ സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ. നിങ്ങൾക്ക് നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന സംഭവമായിരിക്കും. അത് തുടങ്ങുമ്പോൾ മനസ്സിലാവും. ശരിയട്ടെ? അമ്മയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ്. കാണല്ലേ, ഒളിപ്പിച്ചു വെച്ചോ. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് എഴുതിക്കും. രണ്ടുപേരും എഴുതണം, ഒരേ ആൻസർ തന്നെ. കാണല്ലേ? ഓക്കെ. മോന്റെ ഫേവറേറ്റ് ഫുഡ്. അത് അമ്മ ഉണ്ടാക്കുന്ന ഫേവറേറ്റ് ഫുഡ് മോന്റെ. അഭിചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. മറന്നുപോയി. ഇല്ല, അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും. എന്തോ ഇതെല്ലാം മരുന്നേ മോനെ. അമ്മയുടെ ബർത്ത്ഡേ. അത് ഈസി ആയിരിക്കും. അമ്മ എഴുതിക്കും. അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. മറന്നോ? മൂത്ത മോന മറന്നുപോയി. കൊടുക്കണം ഇതിനാട്ടോ. എഴുതിയോ? ഓക്കെ. അടുത്തത് മോന്റെ ആദ്യത്തെ കാമുകിയുടെ പേര്.
എഴുതണോ മോനെ? പേര് മാറ്റി എഴുതിക്കോ. വെക്കണോ മോനെ? എഴുതിക്കോ, കുഴപ്പമില്ല. എഴുതിക്കോ, കുഴപ്പമില്ല. വേറെ പേര് എഴുതിക്കോ. വീട്ടിൽ വിളിക്കുന്ന പേര് എഴുതിക്കോ. എഴുതിയോ? അച്ഛനും അമ്മയും ആദ്യം കണ്ട സ്ഥലം, നിങ്ങൾ ആദ്യമായിട്ട് ഒന്നിച്ച് നേരിട്ട് കണ്ട സ്ഥലം, അല്ലെങ്കിൽ അത് എപ്പോഴാ സന്ദർഭം എന്തെങ്കിലും എഴുതിയാൽ മതി. പെണ്ണ് കാണാൻ വന്ന് കണ്ടത് അത് മതിയല്ലോ. ആ മതി മതി. അയ്യോ അത് പറഞ്ഞ് അതേ അറിയത്തുള്ളൂ. അറിയത്തുള്ളൂ. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം എഴുതിയോ? നിങ്ങൾ രണ്ടാളെ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്ത വീഡിയോ എഴുതിയോ? കറക്റ്റ് എഴുതിയില്ല. എഴുതിയില്ലേ? കുഴപ്പമില്ല. അമ്മയ്ക്ക് ആദ്യമായിട്ട് കൊടുത്ത ഗിഫ്റ്റ് ചേട്ടൻ. അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന കാര്യം. നിസ്സാരം. കഴിഞ്ഞു. 10 ദിവസത്തിനുള്ളായിരുന്നു. ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് ഫുഡ് ചോറ്. ഞാൻ ഷവായി. പാവം, അമ്മയ്ക്ക് ചോറാ ഇഷ്ടം. ഷവായി ഇഷ്ടമല്ല? ഷവായി ഇഷ്ടം. ഓക്കെ. മോന്റെ ഫേവറേറ്റ് ഫുഡ് അമ്മ ഉണ്ടാക്കുന്നത്? ചോറും മീൻ കറി. ആർക്ക് ഇഷ്ടം? എനിക്ക് ഇഷ്ടം. എനിക്ക് ചിക്കൻ കറി ഇഷ്ടം. എല്ലാം പോയി ആദ്യമേ. അടുത്ത അമ്മയുടെ ബർത്ത്ഡേ 24. അത് എനിക്കറിയത്തുള്ളൂ, ബാക്കി എനിക്കറിയത്തില്ല. 12/73. ഡിസംബർ 24. ഓക്കെ. മാസം പോലും ഇല്ല, ഒരു മാർക്കും ഇല്ല, 1/4 മാർക്ക് തരാം. അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി 18/8/93. എഴുതിയില്ല. എഴുതി. എന്റെ ആദ്യത്തെ ലൈൻ. മോന്റെ ആദ്യത്തെ ലൈൻ. ലക്ഷ്മി. ഞാൻ മഞ്ജു. തെറ്റിച്ചെഴുതിയ ലക്ഷ്മിയാണോ മഞ്ജു ആണോ? അല്ലല്ല, പത്തി പഠിച്ചപ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ടായിരുന്നു 10ലും. പറയണോ? അത് ഞാൻ അറിഞ്ഞില്ല. അത് ഇതും അറിയത്തില്ലായിരുന്നു. ഇത് നമ്മള് ബികോന് അടിച്ചപ്പോ കൂട്ടുകാരെല്ലാം പെരയുടെ മുകളിൽ കിടക്കാൻ വരുന്നത്. അവന്മാര് അമ്മ വെള്ളം കൊടുത്തിട്ട് നന്ദിക്ക് പറഞ്ഞതാ. എന്നിട്ട് അതിന്റെ സംഭവം എത്ര നാൾ നിന്ന്? അത് അവരുടെ വീട്ടിൽ ഇറങ്ങിയപ്പോ പോയി. ഇതല്ലൊരു വീഡിയോ ലക്ഷ്മി. ലക്ഷ്മി, അത് തന്നെ ലക്ഷ്മി. ഇടക്കിടക്ക് ലക്ഷ്മി, നിന്റെ ലക്ഷ്മി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കേട്ടേനെ. അങ്ങനെ കുത്താറുണ്ടോ ഇടക്കിടക്ക്? ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ ഞങ്ങൾ കുത്തു. അച്ഛനും അമ്മയും ആദ്യം കണ്ട സ്ഥലം? എന്റെ വീട്. അമ്മയുടെ വീട്. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം? സുനു. സുനു. അത് വീഡിയോയില് വിളിക്കുന്നതൊക്കെ ഇവര് ശരിക്കും ഇങ്ങനെ വിളിച്ച് എപ്പോഴും സംസാരമാണോ ഇത്? ഇതേപോലെ എടി മോളെ വിളിച്ചിട്ടുള്ള സംസാരം. അടുത്ത ഈ സുനിലാണോന്ന് അറിയത്തില്ല. ഇനി സുനിലാണോന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അമ്മയ്ക്ക് ആദ്യമായിട്ട് കൊടുത്ത ഗിഫ്റ്റ്? സാരി. സാരി ഒക്കെ തന്നെ മറന്നു. ഏത് വാച്ച് ഇപ്പൊ റീസെന്റ് തന്നെയാണോ? ഈ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം കുഞ്ഞിന് കിട്ടിയ പൈസ കൊണ്ട് എനിക്ക് മേടിച്ചു തന്നെ. അതാ ഞാൻ എളുപ്പം എഴുതി. ഞാൻ മുമ്പേ എന്തോ വെഡിങ് ആനിവേഴ്സറി ഒരു അമ്മയുടെ പൈസക്കകത്തുനിന്ന് തന്നെ ഓർഡർ ചെയ്ത് അതില് വിലയുള്ളത് കുഞ്ഞിന്റെ പൈസ കൊണ്ട് പൈസക്ക് വാങ്ങിച്ചു തന്നെ. ആദ്യത്തെ ഗിഫ്റ്റ് അല്ലേ? ആദ്യത്തെ ഗിഫ്റ്റ്. ചോദ്യം. അതെ അതെ, 2 കറക്റ്റ് ആൻസർ. അപ്പം അടുത്തത് അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന കാര്യം? വൃത്തി. ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ വഴക്ക് പറയാം. ചിക്കൻ മേടിച്ചു തിന്നുന്നതിന്. ഇത് അമ്മ മറ്റേ വൃത്തിയുടെ അസുഖമുണ്ട്. ഇങ്ങനെ എപ്പോഴും തൂക്കണം, എല്ലാ ദിവസവും തുടയ്ക്കണം, അങ്ങനൊക്കെ. അതിനെന്നും മടിയാ ഞങ്ങള്, ഫുൾ ടൈം മടിയാ. ആരെ വൃത്തിയായിട്ട് ഇടുന്നത് ഏറ്റവും കൂടുതൽ? ചേട്ടനാണോ അനിയനാണോ? അനിയനോ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത്ര ഉള്ളായിരുന്നു സെഗ്മെന്റ്. അപ്പം എന്തായാലും 2 പേർക്കും പാസ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അതെ അതെ, എല്ലാം എന്തായാലും കുഴപ്പമില്ലാതെ പോയി. ഇപ്പൊ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോഴേ ഞാൻ ഓർത്തു നിങ്ങളുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ചേട്ടൻ അമ്മയ്ക്ക് ഒരു ഫോൺ ഗിഫ്റ്റ്. അത് ശരിക്കും അപ്പോ ആദ്യം അമ്മേനെ ഇതേപോലെ പറ്റിച്ചത് തന്നെയാണ് ഐഫോൺ കൊടുത്തിട്ട്, അതോ അതും സ്ക്രിപ്റ്റഡ് ആയിരുന്നോ? ആദ്യമേ ഞാൻ പറഞ്ഞേ ഒരു വീഡിയോ ഉണ്ട്, വന്നിരിക്കും ഫോൺ തരാം അപ്പം ഞെട്ടണമെന്ന്. അപ്പം പറഞ്ഞായിരുന്നു ഫോൺ തരാം, അതായത് പ്രാങ്ക് ആയിട്ട് ഫോൺ തരാം അപ്പം ഞെട്ടണം. അപ്പൊ ഓൾറെഡി അമ്മയ്ക്ക് അറിയാം പ്രാങ്ക്, ആ ഫോണൊന്നും ഇല്ല. അപ്പൊ ഐഫോൺ തന്ന്. അപ്പൊ ഞാൻ ആദ്യമേ ചെയ്തപ്പോ അമ്മ പറയാം ആ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, ഒന്നും എടുക്കാന്ന്. ബാക്കിയൊക്കെ അമ്മ അറിഞ്ഞിട്ടില്ല. പിന്നെ ഒറിജിനലായിട്ട് ഫോൺ കൊണ്ട് കൊടുക്കും. ആ സർപ്രൈസ് ആയിരുന്നു. അപ്പൊ എന്ത് തോന്നി? കരച്ചിലായിരുന്നു. ആണോ? അച്ഛനും മേടിച്ചു കൊടുത്തു. ഇതൊക്കെ പോരെ പ്രൗഡ് മൂവ്മെന്റ് ആയിട്ട്. നമുക്ക് എത്ര ആളോട്ട് ഫോൺ മേടിച്ചു തരുന്നത്. അതെ അതെ അതെ, ഭയങ്കര സന്തോഷമായി. അതുപോലെ എനിക്ക് പിന്നെ നിങ്ങളുടെ ഇതൊക്കെ പ്രാങ്ക് ആണോ അതോ സ്ക്രിപ്റ്റഡ് ആണോ തോന്നിയ സംഭവം എനിക്ക് പ്രാങ്ക് ആയിട്ട് തന്നെ തോന്നിയത്. മറ്റേ ചെയറിനടിയിൽ ഏറുപടക്കം കൊണ്ട് വെച്ചിട്ട്
അത് ആദ്യത്തത് ഞാൻ അറിഞ്ഞോണ്ട് രണ്ടാമത് വെച്ചത് ഞാൻ അറിയാതെ വെച്ചു. അറിയാതെ വെച്ചോ? എന്നിട്ട് അത് കഴിഞ്ഞുള്ളത് പിന്നെ ചെറുതായിട്ട് പൊട്ടി, വലുതായിട്ടൊന്നും പൊട്ടിയില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞ് കുറെ ബേളം നടന്നു. ഡോസ് കൊടുത്തോ? മൊബൈലൊക്കെ പൊട്ടിയായിരുന്നു ചെറുതായിട്ട്, കയ്യിൽ നിന്ന് വീണ ഒരു ഫോൺ, ഒരു ഫോൺ താഴെ വീഴുന്ന പോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി. അത് പൊട്ടിയിരുന്നതാ, അത് പഴയ ഫോണായിരുന്നു. അപ്പൊ അങ്ങനെ ചെറിയ പ്രാങ്കുകളൊക്കെ തരുന്നുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞ സംഭവം ചേട്ടൻ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ സംഭവം, സത്യമാണോ? സത്യമാ. ഞാൻ ആദ്യമേ പഠിക്കത്തൊന്നുമില്ലായിരുന്നു, ഒന്നും പഠിക്കാത്ത ഒരാളായിരുന്നു. അപ്പൊ നമ്മള് ചെങ്ങന്നൂർ ന്യൂ കിഡ്സ് ക്രിക്കറ്റ് അക്കാഡമി, സന്തോഷ് സാറാണ് എന്റെ ആദ്യത്തെ കോച്ച്. അപ്പം പുള്ളി കാരണമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെയാണ് സത്യം. അന്ന് പഠിക്കത്തൊന്നുമില്ലായിരുന്നു, എല്ലാവരും നോക്കിയൊക്കെ എഴുതി കോപ്പി അടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ജയിച്ച്. ഞാൻ സ്കൂളിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് മിക്ക വിഷയത്തിനും മുന്നിൽ തോക്കുമായിരുന്നു. അപ്പൊ ഞാൻ കരഞ്ഞോണ്ടായിരുന്നു ഇറങ്ങി വരുന്നത്. ഇത് പേപ്പർ മേടിച്ചിട്ട് സൈൻ ചെയ്ത് പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോ ഓരോന്ന് പറയുന്നത് കേട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. സങ്കടപ്പെട്ട് തിരിച്ചു വരുമായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ഒരു കൊച്ചുണ്ട്, അവള് ഭയങ്കര പഠിപ്പം, നല്ലോണം പഠിപ്പി, ഞാൻ ഉഴപ്പൻ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാ വരുന്നത്, അമ്മയും രമണിയമ്മയും കൂടെ. രമണിയമ്മ ചിരിച്ചിറങ്ങും, അമ്മ കരഞ്ഞിറങ്ങും. അതായിരുന്നു സീന. അപ്പൊ എന്നെ ക്രിക്കറ്റിൽ കൊണ്ടുപോയിട്ട്, അപ്പൊ എനിക്ക് ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് കളിച്ചാലേ പഠിക്കാൻ വിടത്തുള്ളതായി. അവസാനം ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇത് ക്രിക്കറ്റ് അങ്ങ് കുറഞ്ഞ്, പഠിത്തം അങ്ങ് മെയിൻ ആയി. പിന്നെ പഠിത്തം മാത്രമേ, അങ്ങനെ ക്രിക്കറ്റ് അങ്ങ് സൈഡായി പോയതല്ല. പിന്നെ അഡ്മിഷൻ ഒക്കെ നല്ലത് കിട്ടി വന്നു. അപ്പൊ അവിടെ ഒന്നും ക്രിക്കറ്റ് കളി ഇല്ലാതായി പോയി. അങ്ങനെ അതങ്ങ് വിഷമൂറിൽ അവിടെ ക്രിക്കറ്റ് ടീമൊക്കെ അങ്ങനെ അക്കാഡമി ആയിട്ടൊന്നും നമുക്ക് ഇതാകാൻ പറ്റിയില്ല. പിന്നെ വാഗമണ്ണി പോയി MBAക്ക്, അവിടെ ഒന്നും നമുക്ക് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ അപ്പം സാറാണ് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കളിക്കണം എന്നൊരു ആഗ്രഹം വന്നപ്പോൾ പഠിക്കാൻ തുടങ്ങിയത്. സന്തോഷ് സാറാണ് എല്ലാത്തിനും. അതെ, സാർ ഇപ്പൊ സാറിന് നമ്മൾ എന്ത് ആയാലും അസൂയൊന്നും ഇല്ലാത്ത നല്ലത് പറഞ്ഞെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സാറ്. സാറിനെ എപ്പോഴും ഓർക്കും ഞാൻ. ഇപ്പോഴും സാറ് വീഡിയോസ് ഒക്കെ കണ്ട് വിളിക്കാനൊക്കെ ഉണ്ടോ? സാറിപ്പോ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു ഇത്ര ഏക്കർ എടുത്ത് ഗ്രൗണ്ട് ഒക്കെ തുടങ്ങി, വലിയ സ്റ്റേഡിയം ഒക്കെ സെറ്റ് ചെയ്യാൻ ഇരിക്കുക. അപ്പൊ അതിന്റെ എല്ലാം ഭയങ്കര സന്തോഷത്തില്ല. അമ്മയുടെ ഇപ്പൊ വീഡിയോസ് ഒക്കെ ഇതൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ അത്യാവശ്യം കുറച്ച് വെളിയിലിറങ്ങുമ്പോഴൊക്കെ ആളുകൾ, അറിയാത്ത ആളുകളൊക്കെ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പൊ നമ്മളിവിടെ കണ്ടപ്പോ തന്നെ റിസപ്ഷനിലെ പിള്ളേരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ വെളിയിലിറങ്ങി ആദ്യം ഇതുപോലെ ആളുകൾ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അമ്മയ്ക്ക് എന്തായിരുന്നു തോന്നിയത്? എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും? ഇല്ല മോളെ, അങ്ങനൊന്നും ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ആദ്യമൊക്കെ നാണക്കേടും ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ആദ്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ പലചരലിനോ എന്തെങ്കിലും ഒക്കെ പോവല്ലോ, ആദ്യം ഇത്ര ഇച്ചിരി ഒന്ന് വൈറലായതിനു ശേഷം അങ്ങനെയൊക്കെ പോയപ്പോ അപ്പൊ ആളുകൾ ഒരുപാട് വരുമല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു സന്ദർഭം? എങ്ങനെയായിരുന്നു? അന്നേരം അങ്ങ് ഒരു പേടി, നാണക്കേടും നമ്മൾ വിചാരിക്കും ജാടയാന്ന്, അവര് അങ്ങനെ കാര്യത്തുള്ളൂ. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മളെ മിണ്ടാൻ വരുമ്പോ നമുക്ക് അറിയത്തില്ല എങ്ങനെയാ മിണ്ടേണ്ടത് പോലും അറിയത്തില്ല. ചിരിക്കും, അല്ലാതെ എന്തോ ചെയ്യണോന്ന് പോലും അറിയത്തില്ല. പേര് ചോദിക്കണോ, വീട് എവിടാന്ന് ചോദിക്കണോ, ഒന്നും അറിയത്തില്ല. അതെ, അവർക്ക് നമ്മളെ കണ്ടുവരും, നമുക്ക് അറിയത്തില്ല എന്തോ ചോദിക്കണം. ഭയങ്കര സന്തോഷവും എന്ത് ചോദിക്കണം അറിയാത്ത സിറ്റുവേഷൻ, ഇത് ചോദിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ ഇപ്പൊ ഇച്ചിരി ഒന്ന് പരിചയം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയതാ അമ്പലത്തിൽ ചെരുപ്പിന്റെ കേസ്. എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ ഇങ്ങനെ? ചെരുപ്പ് പോയിട്ടുണ്ട്. അമ്മ ഇത് നല്ലത് കിട്ടിയത് ഇങ്ങ് എടുത്തോണ്ട് വന്നു മോനേന്ന്. ഇല്ല, എന്റെ സ്വന്തം വീടിന്റെ പരിസരത്ത് പിന്നെ അവരൊക്കെ പരുമല പള്ളിയിൽ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഷൂ ഒക്കെ എടുത്തോണ്ട് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഷൂ ഒക്കെ തിരഞ്ഞെടുത്തോണ്ട് സഞ്ചിക്കകത്തിട്ട് ഒത്തിരി കൊണ്ടുവരുമായിരുന്നു. എന്നിട്ടിരുന്ന് അവര് കൂട്ടുകാരെല്ലാം കൂടെ, ഫ്രണ്ട്സ് എല്ലാം കൂടെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് നല്ല പരിചയമുള്ള കാര്യം. അപ്പൊ എനിക്ക് പിന്നെയും ഇങ്ങനെ തോന്നുന്ന കാര്യം, നിങ്ങൾ ഈ ഓരോ ചെറിയ വഴക്കുകൾ നടക്കുമ്പോഴൊക്കെ അപ്പൊ ചേട്ടന്റെ മനസ്സിൽ എന്ത് വഴക്ക് നടന്നാലും ഇതൊരു കണ്ടന്റ് ആക്കാം. അപ്പൊ അങ്ങനെ ആയ പിന്നെ എനിക്ക് തോന്നി വഴക്കുകളൊക്കെ വീണ്ടും കോമഡി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വഴക്കിടുമ്പോ ഞാൻ ആ സമയത്ത് അടിയിടുമായിരിക്കും. അപ്പൊ തന്നെ ഞാൻ എഴുതി വെക്കും ഇതിനകത്ത് ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്, പിന്നെ അത് ഞാനത് കോമഡി ആയിട്ട് മാറ്റും. അടിപൊളി. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ കൂടട്ടെ. ഇനിയും നല്ല നല്ല വീഡിയോസ് എല്ലാം ഇപ്പോഴെല്ലാം 1 മില്യൺ വ്യൂസ് ആണല്ലോ. അങ്ങനെ തന്നെ പോട്ടെ. അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും ഇനി നല്ല ഒരുപാട് അവസരങ്ങൾ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.